ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC Web. PSC Webന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി ഭാഗത്തിൽ മൂലകങ്ങളും അടിസ്ഥാന വിവരങ്ങളുമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. PSC കാലങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം. മൂലകം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ്. മൂലകം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ. രസതന്ത്രത്തിന്റെ പിതാവായ റോബർട്ട് ബോയിലാണ് മൂലകം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. ഓക്കെ, ഇനി മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ജോൺ ഡാൾട്ടൺ എന്ന്, അല്ലേ? അപ്പോൾ മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചത് ജോൺ ഡാൾട്ടൺ. ഓക്കെ, ഇനി മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസേലിയസ് ആണ്. മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ബെർസേലിയസ്. ഓക്കെ, ഇനി മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ആദ്യമായിട്ട് വർഗീകരിച്ചത് ലാവോസിയർ ആണ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളുമായിട്ട് വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയർ. ഓക്കെ, ഇനി മൂലകങ്ങളുടെ ത്രിക നിയമം, ത്രികങ്ങൾ എന്ന ആശയം ആവിഷ്കരിച്ചത് ഡൊബറൈനർ ആണ്. മൂലകങ്ങളുടെ ത്രിക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഡൊബറൈനർ ആണ്. ഓക്കെ, ഇനി മൂലകങ്ങളുടെ അഷ്ടക നിയമം കൊണ്ടുവന്നത് ന്യൂലാൻഡ്സ് ആണ്. ഈ മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പം നടന്ന പരീക്ഷകൾക്ക് വരെ ചോദിച്ചതാണ്. അപ്പോൾ മൂലകങ്ങളുടെ അഷ്ടക നിയമം ആരാണ്? ന്യൂലാൻഡ്സ്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളുമായിട്ട് വർഗീകരിച്ചത് ലാവോസിയർ. മൂലകങ്ങളുടെ ത്രിക നിയമം ആവിഷ്കരിച്ചത് ഡൊബറൈനർ ആണ്. മൂലകങ്ങളുടെ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ്. ഓക്കെ, ഇനി ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലീഫ് ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലീഫ് ആണ്. വർഷം 1869. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീഫ്. ഇനി മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫ് വർഗീകരിച്ചത്. മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൻഡലീഫ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മോസ്ലിയാണ്. ഹെൻറി മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. വർഷം 1913. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീഫാണ്. ആധുനിക മോഡേൺ ആവർത്തന പട്ടിക, മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് മോസ്ലിയാണ്. ഓക്കെ, മാറിപ്പോകരുത്. ഇനി മൂലകങ്ങളെ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് മോസ്ലി വർഗീകരിച്ചത്. മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് മെൻഡലീഫ് ആണെങ്കിൽ മൂലകങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് ആരാണ്? മോസ്ലിയാണ്. ഓക്കെ, ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. ആവർത്തന പട്ടികയിലെ പീരിയഡുകളുടെ എണ്ണം 7 ആണ്. ആവർത്തന പട്ടികയിൽ പീരിയോഡിക് ടേബിളിലെ ആകെ ഗ്രൂപ്പുകൾ 18ഉം ആവർത്തന പട്ടികകളുടെ പീരീഡുകളുടെ എണ്ണം 7 ആണ്. ഓക്കെ, ഇനി ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം ഏതാണ്? ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം ഹൈഡ്രജനാണ്. ആവർത്തന പട്ടികയിലെ 118ാമത്തെ മൂലകമാണ് ഒഗനസ്. ഇതും കഴിഞ്ഞ നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. 118ാമത്തെ മൂലകം ഏതാണ്? ഓക്കെ, ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം ഹൈഡ്രജനാണ്. ആവർത്തന പട്ടികയിലെ 118ാമത്തെ മൂലകമാണ് ഒഗാനസോൺ. ഓക്കെ, പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനമാണ് IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ് ഫുൾ ഫോം. ഓക്കെ, IUPACയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ്. ഓക്കെ, അപ്പോൾ പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനമാണ് IUPAC. IUPACയുടെ ആസ്ഥാനം സൂറിച്ചാണ്. ഓക്കെ, ഇനി ആവർത്തന പട്ടികയിലെ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. നമ്മൾ പറഞ്ഞു 18 ഗ്രൂപ്പുകളാണുള്ളത്. ആവർത്തന പട്ടികയിലെ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. ആവർത്തന പട്ടികയിലെ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആൽക്കലി ലോഹങ്ങൾ. ഇനി ആവർത്തന പട്ടികയിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ്. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ്. ആവർത്തന പട്ടികയിൽ 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ആവർത്തന പട്ടികയിൽ 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഓക്കെ, അപ്പോൾ ആവർത്തന പട്ടികയിൽ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ആൽക്കലി ലോഹങ്ങൾ, രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഓക്കെ, ഈ ആവർത്തന പട്ടികയിലെ 13ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ബോറോൺ കുടുംബം. ആവർത്തന പട്ടികയിലെ 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ബോറോൺ കുടുംബം എന്നാണ്.
14ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് കാർബൺ കുടുംബം എന്നാണ്. 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ബോറോൺ കുടുംബം, 14ാം ഗ്രൂപ്പ് മൂലകങ്ങൾ കാർബൺ കുടുംബം. ഇനി 15ാം ഗ്രൂപ്പ് മൂലകങ്ങൾ നൈട്രജൻ കുടുംബമാണ്. 15ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് നൈട്രജൻ കുടുംബം. ഇനി 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഓക്സിജൻ കുടുംബം അല്ലെങ്കിൽ ചാൽക്കോലജനുകൾ എന്നറിയപ്പെടുന്നത് 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഓക്സിജൻ കുടുംബമാണ് ചാൽക്കോജനുകൾ എന്ന് അറിയപ്പെടുന്നത് 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഓക്കെ. ഇനി 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. 17ഉം 18ഉം എപ്പോഴും ചോദിക്കാറുള്ളത്. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഹാലജനുകൾ എന്നാണ്. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ. ഇനി ആവർത്തന പട്ടികയിലെ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് അവസാനത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്നാണ്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ, നോബിൾ ഗ്യാസസ്. ഓക്കെ. നമ്മൾ പറഞ്ഞു ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം ഏതാണ്? ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം ഹൈഡ്രജനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകവും വാതകവും ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഹൈഡ്രജൻ തന്നെയാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. എന്നാൽ ഏറ്റവും ഭാരം കൂടിയ വാതകം ഏതാണ്? റെഡോണാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം അല്ലെങ്കിൽ വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. ഏറ്റവും ഭാരം കൂടിയ വാതകമാണ് റെഡോൺ. ഇനി ആകെ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം 92ആണ്. പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 92. ഓക്കെ. ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ടെക്നീഷ്യമാണ്. ഇനി ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണെങ്കിൽ ലിഥിയമാണ്. ഭാരം കുറഞ്ഞ മൂലകവും വാതകവും ഹൈഡ്രജൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം മെറ്റലാണെങ്കിൽ ലിഥിയമാണ്. ഓക്കെ. ഏറ്റവും ഭാരം കൂടിയ ലോഹം ഏതാണ്? ഏറ്റവും ഭാരം കൂടിയ ലോഹം ഓസ്മിയമാണ്. ഓക്കെ. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയം, ഏറ്റവും ഭാരം കൂടിയ ലോഹം ഓസ്മിയം. ഇനി ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ഏതാണ്? ഏറ്റവും കാഠിന്യം കൂടിയ മൂലകമാണ് ക്രോമിയം. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ക്രോമിയമാണ്. ഓക്കെ. ഇനി ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഏതാണ്? ക്രിയാശീലം ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഫ്ലൂറിനാണ്. അതേപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എപ്പോഴും ചോദിക്കാറുണ്ട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകവും ഫ്ലൂറിനാണ്. ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകവും ഫ്ലൂറിനാണ്. അതേപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിനാണ്. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകങ്ങളാണ് ഫ്രാൻസിയവും സീസിയവും. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് ഫ്ലൂറിനാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകങ്ങൾ ഫ്രാൻസിയം, സീസിയം. ഓക്കെ. PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണെങ്കിൽ അത് ഓക്സിജനാണ്. ഓക്കെ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. എന്നാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അത് അലൂമിനിയമാണ്. ഓക്കെ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയമാണ്. ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അല്ലെങ്കിൽ വാതകം ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിലാണെങ്കിൽ ഹൈഡ്രജൻ. ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ് പ്രപഞ്ചത്തിൽ? ഹൈഡ്രജൻ ആണെന്ന് പറഞ്ഞു. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഹീലിയമാണ്. ഓക്കെ. ഇനി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജനാണ്. 78%. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ. ഓക്കെ. ഇനി ആവർത്തന പട്ടികയിലെ ഏറ്റവും വലിയ മൂലകം. ആവർത്തന പട്ടികയിലെ ഏറ്റവും വലിയ മൂലകം ഏതാണ്? ഫ്രാൻസിയാണ്. ഓക്കെ. ഇനി മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സോഡിയവും പൊട്ടാസ്യവുമാണ്. ചോദിക്കാറുണ്ട്. മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സോഡിയവും പൊട്ടാസ്യവുമാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വെക്കുന്ന ലോഹങ്ങളുമാണ് സോഡിയം, പൊട്ടാസ്യം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം. മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നതും സോഡിയവും പൊട്ടാസ്യമാണ്. ഇനി മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹമാണ് ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ലിഥിയമാണ്. ലൈറ്റസ്റ്റ് മെറ്റൽ. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹമാണ് ലിഥിയം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് PSCയുടെ മൂലകങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വസ്തുതകൾ. PSC മാറി മാറി ചോദിക്കാറുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.